മലയാള സിനിമയിൽ വളരെ നിഷ്കളങ്കയായിട്ട് അഭിനയിച്ച് വലിയ തെണ്ടിത്തരങ്ങൾ ചെയ്യുന്ന ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അതിലൊന്നാണ് തേന്മാവ് കൊമ്പത്തിലെ കബീർ പൊന്നമ്മ അവതരിപ്പിച്ച യശോദാമ്മ എന്ന കഥാപാത്രം. മര്യാദയ്ക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന അപ്പക്കാളയെ കാലിൽ വെള്ളമായതിൻ്റെ പേരിൽ വിളിക്കുന്നത് രാവിലെ എണ്ണീറ്റ് വരുമ്പോ ചൂലും വെള്ളമായിട്ട് നിൽക്കരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? ചൂലും വെള്ളമായി നിൽക്കുന്ന നേരം നോക്കി തമ്പ്രാട്ടി എന്തിനാണ് എണീറ്റ് വരുന്നത്? ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല. അനിയൻ സ്നേഹിക്കുന്ന പെണ്ണ് വേറെ ഒരാളെ പ്രേമിക്കുന്നു. ഇത് ഇവർക്കറിയാം. അനിയൻ ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നും ഇവർക്കറിയാം. എന്നിട്ടും സ്വന്തം അമ്മയെ പോലെ കാണുന്ന ആളോട് പോയി പറയും, നിനക്ക് കാർത്തുമ്പിയെ ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയാം. നീ അത് മറക്കണം. അവളേക്കാൾ ഇഷ്ടമല്ലേ നിനക്ക് എന്നെ, നിന്റെ തമ്പുരാൻ ചേട്ടനെ? ഞങ്ങൾക്ക് വേണ്ടി നിനക്ക് അത്രയും ചെയ്തുകൂടി. മറക്കണം. കഴിയുമെങ്കിൽ നിന്നെ മറക്കാൻ അവളോടും പറയണം. അവനൊരു കുടുംബമായി കാണാനുള്ള എന്റെ കൊതി നിനക്കറിയില്ലേ? മറ്റൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാ. കൂട്ടത്തിൽ ഒരു പ്രാക്കുണ്ട്. അനുസരിക്കണം, ഇല്ലെങ്കിൽ ഈ അമ്മ നിന്നെ ശാപിക്കും. പിന്നീട് അനിയൻ മാണിക്കിനോട് പക വെക്കുമ്പോഴും ഒന്നും മിണ്ടില്ല. ഈ സമയത്തൊക്കെ മര്യാദയ്ക്ക് സത്യം കാർത്തുമ്പിയോട് പറഞ്ഞിരുന്നെങ്കിൽ സിനിമ അവിടെ അവസാനിച്ചേനെ. ഇതൊക്കെ കഴിഞ്ഞ് അനിയൻ വേറെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മാത്രം നീ ഇങ്ങോട്ട് മാറി നിന്നേ. അത് ശരി, തലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ഇത് ചെയ്താൽ പോരായിരുന്നോ? തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടും മിണ്ടാതെ ഇരിക്കുന്നത് തെറ്റ് തന്നെയാണ്. ഇങ്ങനെ